പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഈ പ്രഭാതം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഏതോ ഒരു കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് പ്രതീക്ഷിച്ച് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ദൈവം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നടക്കാൻ പോകുന്നു. ഏതോ ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നില്ലല്ലോ എന്ന് തളർന്നിരിക്കുകയാണോ? യഹോവ നന്മയുള്ളത് തരുന്നവനാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലത് നടക്കാൻ പോകുന്നു. അതിനാണ് ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം നല്ലത് ചെയ്യാതിരിക്കുകയില്ല, നിങ്ങൾക്ക് നല്ലത് തരാതിരിക്കുകയില്ല, തീർച്ചയായും നന്മ തരുന്നതാണ്. എന്തോ ഒരു നന്മ പ്രതീക്ഷിക്കുന്നുവല്ലേ? സുഖം, വിമോചനം, ഒരാശീർവാദം, കടബാധ്യത തീരണം, മക്കളുടെ കാര്യത്തിൽ ഗർഭത്തിന്റെ അനുഗ്രഹം, ഏതോ ഒരു കാര്യം നടക്കണം, ബിസിനസ് കാര്യം, ഏതോ ഒരു കാര്യത്തിൽ ഒരു നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ദൈവം ഇനിയും തരാതിരിക്കുന്നത് എന്ന് ആലോചിക്കുകയാണോ? നിങ്ങൾക്ക് തരാതെ എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് വേണ്ടി കുരിശു ചുമന്നിട്ടില്ലേ? തീർച്ചയായും തരും. നന്മ തരാതെ പോവുകയില്ല. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നു. എന്താണെന്നറിയാമോ? നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു കാര്യം പറയുന്നു. നേരോടെ നടക്കുന്നവർക്ക്. നിങ്ങളുടെ നടപ്പ് ശരിയായിരിക്കണമല്ലേ? നേരോടെ നടക്കണം. നേരോടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചിന്തിക്കുകയാണോ? അതായത് നേര്, നെറിവ് എന്ന് വെച്ചാൽ ബ്ലെയിംലെസ് ലൈഫ് എന്ന് വെച്ചാൽ കുറ്റമില്ലാത്തയൊരു ജീവിതം. നിങ്ങളുടെ ജീവിതത്തിൽ ആരും കുറ്റം കണ്ടുപിടിക്കാത്ത വിധം നേരോടെ നടക്കണം. നിന്റെ സംസാരം ശരിയല്ല, നടപ്പ് ശരിയല്ല എന്നാണെങ്കിൽ നന്മ ചെയ്യാൻ ദൈവത്തിന് സാധിക്കില്ല. നിങ്ങൾ ഭക്തിയുള്ളവരും പ്രാർത്ഥിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ബൈബിൾ വായിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമാകും. പക്ഷേ നടപ്പ് ശരിയല്ലല്ലോ, നേരുള്ളതല്ലല്ലോ. മറ്റുള്ളവർ കുറ്റം പറയുന്നത് പോലെയല്ലേ നടക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫലവുമില്ലാത്ത ജീവിതമാണല്ലോ. ദൈവം ചോദിക്കുന്നു, ഞാൻ എങ്ങനെ നിനക്ക് നന്മ ചെയ്യും? ഇതുപോലൊരാൾക്ക് യേശു നന്മ ചെയ്യുമോ എന്ന് ചിന്തിക്കാൻ തോന്നും, അല്ലേ? അപ്പോൾ നേരോടെ നടക്കാൻ നിങ്ങളെ സമർപ്പിക്കണം. ആരും കൈ ചൂണ്ടി കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ നടക്കാൻ പാടില്ല. ഗവൺമെന്റ് ഓഫീസിലിരുന്ന് കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ ഇയാൾ കൈക്കൂലി വാങ്ങുന്നവനാണ്. അയാൾക്ക് എങ്ങനെയാണ് യേശുവിന് നന്മ ചെയ്യാനാവുക? ജോലിയിൽ അയാൾക്ക് നേരില്ല, ഭയങ്കര ചതിയനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തിന് നന്മ ചെയ്യാനാവുക? ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കുന്നു, മായം ചേർക്കുന്നു. ഇയാളുടെ ഉദ്ദേശം ശരിയല്ല, എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണമെന്ന് പറഞ്ഞ് വഞ്ചിക്കും. പക്ഷേ ഭക്തിയുണ്ടാവും, നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർക്ക് എങ്ങനെ ദൈവം നന്മ ചെയ്യും എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നേരുണ്ടായിരിക്കണം, ചെയ്യുന്ന കാര്യത്തിൽ സത്യമുണ്ടായിരിക്കണം. ആരും കുറ്റം കണ്ടുപിടിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതം നേരുള്ളതായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നന്മ ചെയ്യും. അപ്പോൾ നല്ലത് നടക്കുന്നില്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? ചിന്തിക്കൂ, ഒരിടത്തിരുന്ന് ചിന്തിക്കൂ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഏതിലാണ് മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ ഏതിലെങ്കിലും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ നടക്കുന്നുണ്ടോ? ശരിയാക്കാനുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? സംസാരത്തിലും പ്രവൃത്തിയിലും നടപ്പിലും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദൈവമേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു. ഇനി ഞാൻ കുറ്റപ്പെടുത്താനാവാത്തയൊരു ജീവിതം ജീവിക്കണം. കരുണയുള്ള ഒരു ജീവിതം ജീവിക്കണം. ആരും കൈനീട്ടി ഇവൻ ശരിയല്ല എന്ന് പറയുന്ന വിധത്തിൽ ഞാൻ നടക്കാൻ പാടില്ല. അങ്ങയെ അനുഗമിച്ച് നടക്കാനായി ഇതാ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങളെ സമർപ്പിക്കൂ. നന്മ നടക്കും. ഇന്ന് തന്നെ നടക്കും. സമർപ്പിച്ച് ഉടനെ നടക്കുന്നത് കാണാം. സമർപ്പിക്കുമോ? ദൈവമേ, നേരോടെ നടക്കാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്നീ മകൻ പ്രാർത്ഥിക്കുന്നു, ഈ മകൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അങ്ങ് വാക്ക് തന്നത് പ്രകാരം നന്മയുള്ളത് ഉടനെ തരണം. ഇന്ന് തന്നെ തരണം. ഇന്ന് തന്നെ അത്ഭുതം നടക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ